കച്ചിത്തീവ്, മീൻ പൊരിച്ചത്, മട്ടൻ കറി, മംഗൾസൂത്ര, വോട്ട് ജിഹാദ്, പാകിസ്ഥാൻ, മുസ്ലിം, നുഴഞ്ഞുകയറ്റക്കാർ, പെറ്റുകൂട്ടുന്നവർ, അങ്ങനെ നരേന്ദ്രമോദി ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയോ മുൻകാലങ്ങൾ നടത്തിയിട്ടുള്ള പ്രസംഗം നടത്തിയതിന് ശേഷമാണ് പോയി ധ്യാനം ഇരിക്കുന്നത്. സാധാരണയിൽ ധ്യാനം ഇരിക്കുന്നവരെ കുറിച്ചൊക്കെ നമുക്കൊരു സങ്കല്പമില്ലേ ശ്രീ എസ് സുരേഷ്? ശ്രീ നികേഷ്, പ്രധാനമന്ത്രി ധ്യാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട്, അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയെക്കുറിച്ച് അദ്ദേഹം ധ്യാനിക്കാൻ പോകുന്ന സമയത്ത് ശ്രീനിവാസൻ കൃഷ്ണൻ അംഗീകരിക്കണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പം ശ്രീനിവാസ് കൃഷ്ണൻ പറയുന്നത് കേട്ടു ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന്. നിങ്ങളുടെയോ നിങ്ങളുടെ ഈ രാഹുലിൻ്റെയോ സോണിയയുടെ അംഗീകാരമൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമില്ല. നിങ്ങൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ അദ്ദേഹത്തിൻ്റെ ധ്യാനം പൂർത്തിയാകുമെന്നൊന്നും നിങ്ങൾ ധരിച്ചു വയ്ക്കേണ്ട. അദ്ദേഹം ധ്യാനിക്കുന്നത് ആദ്യമായിട്ടല്ല. അദ്ദേഹം നിരന്തരം ധ്യാനിക്കുന്ന ആളാണ്, നിരന്തരം യോഗ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഋഷിതുല്യമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുള്ള ആളാണ്. ഇത്തരത്തിൽ ധ്യാനവും യോഗയും അതോടൊപ്പം തന്നെ ഭാരതീയ ഋഷി സംസ്കൃതിയിലും വിശ്വസിക്കുന്ന ഒരു വലിയ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ. അത് വിവേകാനന്ദ സ്വാമികളിൽ തുടങ്ങുന്നു, അരവിന്ദ ഘോഷ്, അതോടൊപ്പം തന്നെ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി, ഇങ്ങനെ വരുന്നു. ആകെ നെഹ്റുവിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിൽ രാഷ്ട്രീയം എത്തിയപ്പോൾ മാത്രമേ ഈ ആധ്യാത്മികത, സംസ്കാരം, പാരമ്പര്യം, അത്തരത്തിൽ യോഗ, സനാതന മൂല്യങ്ങൾ, ധർമ്മം, നീതി, ഇതിനൊക്കെ കോട്ടം വന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിൽ അധികാരം കിട്ടിയതിന് ശേഷം മാത്രമാണ്. അതിനു മുമ്പ് വരെ നിങ്ങൾ മഹാത്മാഗാന്ധി നിങ്ങളുടെ ഈ കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞതുപോലും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം മഹാത്മാഗാന്ധി വരെ ഇത്തരത്തിലുള്ള ഒരു അമൂല്യമാർന്ന ഭാരത സംസ്കാരത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ധ്യാനത്തിൻ്റെയും യോഗയുടെയും സാംസ്കാരികതയുടേതുമായ ഒരു പാരമ്പര്യം ധാർമ്മിക മൂല്യത്തിൻ്റേത് എന്ന നിലയിൽ ആവേശത്തോടുകൂടി ഉൾക്കൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തന ശൃംഖലയാണ് ഈ രാജ്യത്തുണ്ടായിരുന്നത്. ആ ശൃംഖലയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിന്റെ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നു. ലോകാസമസ്ത എന്ന് പറയുന്ന ആ മഹത്തായിട്ടുള്ള വിശ്വാസത്തിൽ ഞങ്ങളുണ്ട്. വസുദൈവ കുടുംബകത്തിൽ വിശ്വസിക്കുന്നു. സുരേഷ്, അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം. നോക്കൂ, നിങ്ങൾ ഇൻവോക്ക് ചെയ്യുന്നത് ആരെയൊക്കെയാണ്? ഒന്ന് മഹാത്മാഗാന്ധിയെ. 1948 ആരുടെ ബുള്ളറ്റിലാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി മരിച്ചത് എന്നുള്ളത് ചരിത്ര പുസ്തകത്തിൽ നമുക്ക് വായിക്കാം. നോക്കൂ, നമ്മൾ മഹാത്മാഗാന്ധിയിലേക്കോ ജവഹർലാൽ നെഹ്റുവിലേക്കോ ഒന്നും പോകണ്ട. നമുക്ക് വിവേകാനന്ദനെ തന്നെ എടുക്കാം. ഈ വിവേകാനന്ദൻ്റെ ദർശനങ്ങളും യഥാർത്ഥത്തിൽ ഹിന്ദുത്വ ദർശനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെയുള്ള നരേന്ദ്രമോദി, ഹിന്ദുത്വ ദർശനം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് വിവേകാനന്ദൻ ധ്യാനം ഇരുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്നിടത്ത് പോയി ഇരിക്കാൻ കഴിയുന്നത് ശ്രീ എസ് സുരേഷ്? എനിക്ക് നികേഷിൻ്റെ ആ ചോദ്യം മനസ്സിലായില്ല. വിവേകാനന്ദൻ്റെ ദർശനവും ഹിന്ദുത്വ ദർശനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്താ? അല്ല, എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാനത് ചോദിക്കുകയാണ്. കാരണം വിവേകാനന്ദ സ്വാമികൾ അബ്രഹാമിക് മതങ്ങളോടുള്ള സഹിഷ്ണുതയോടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ ഹിന്ദുത്വ മതം അപരവൽക്കരണത്തിലാണ് ശ്രദ്ധയൂന്നുന്നത്. വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. താങ്കൾ ചോദിച്ചോളൂ, ഞാൻ പറയാം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം, താങ്കൾ പറഞ്ഞോളൂ. എൻ്റെ നികേഷെ, താങ്കൾ പഠിച്ചു വച്ചിരിക്കുന്ന മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഹിന്ദുത്വമാണ് ഹിന്ദുത്വം എന്ന ധാരണയാണ്. മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഹിന്ദുത്വത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വിവേകാനന്ദന്റെ ഹിന്ദുത്വത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കല്ലാത്ത എന്ത് ഹിന്ദുത്വത്തെ കുറിച്ചറിയാം? വിവേകാനന്ദന്റെ ഹിന്ദുത്വം വായിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ നികൃഷ്ടമായ വ്യാഖ്യാനങ്ങളാണ് ഉത്തരം പറയേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്കില്ല. പറയൂ, വിവേകാനന്ദന്റെ ആശയങ്ങൾ എന്തായിരുന്നു? അതുമായിട്ട് എങ്ങനെയാണ് ഹിന്ദുത്വവാദികൾക്ക് ചേർന്നു പോകാൻ കഴിയുന്നത്? അങ്ങൊന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ കേട്ടോളാം.
വിവേകാനന്ദൻ ഈ രാജ്യത്തിന്റെ സനാതന സംസ്കൃതിയുടെ, അതായത് നിങ്ങളുടെ കൂട്ടാളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടാളികളായിട്ടുള്ള DMKയും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഇവിടത്തെ റിയാസും ഉൾപ്പെടെയുള്ള ആൾക്കാർ വിമർശിക്കുന്ന, നികൃഷ്ടമായി തള്ളുന്ന സനാതന സംസ്കൃതിയുടെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു, ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ച് അപരവൽക്കരണം നടത്തലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പൊളിറ്റിക്സ്. അതായിരുന്നില്ല വിവേകാനന്ദ ദർശനങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. താങ്കൾ കൃത്യമായി എനിക്ക് അതിന്റെ റിയാസിലൂടെ അത് കൊണ്ടുതന്നു. അല്ലല്ല, ഈ റിയാസിനെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇനിയും മത്സരിക്കണമെന്നുണ്ടോ CPM-ൽ? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ പറയുന്നതിനകത്തും ഉത്തരം കേൾക്ക്. നിങ്ങൾ കുറച്ച് ദിവസം, ഈ 2 മാസമായിട്ട് ഇന്ത്യയിൽ BJP നശിച്ചു പോകുമെന്നും ഏതോ നേതാവില്ലാത്ത ഇന്ത്യ മുന്നണി ഈ രാജ്യം ഭരിക്കുമെന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ അല്പം സ്വസ്ഥമായിട്ടിരിക്കൂ. ഞാൻ പറയട്ടെ, 2 മാസം കൊണ്ട് നിങ്ങൾ നടത്തിയ വ്യാഖ്യാനത്തിന്റെ ഒക്കെ ഉത്തരം 3 ദിവസത്തിനുള്ളിൽ കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോഴ് കൂടുതൽ നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ബഹളം വെക്കണ്ട. നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ. എന്റെ ആദ്യത്തെ ഊഴമല്ലേ, അതെങ്കിലും എനിക്ക് അതിനുള്ള മര്യാദ. താങ്കൾ പറയേണ്ട കാര്യം എങ്ങനെയാണ് വിവേകാനന്ദ ദർശനങ്ങളോട് ഇപ്പോഴത്തെ ഹിന്ദുത്വ ദർശനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് ചേർന്ന് പോകുന്നത് എന്നാണ്. താങ്കൾ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചത്. അതിലൊന്നും പറഞ്ഞു തന്നാൽ ഞാൻ ചോദിക്കാം. വിവേകാനന്ദ ദർശനം എന്ന് പറയുന്നത് ഹിന്ദുത്വ ദർശനം തന്നെയാണ്. ഹിന്ദുത്വ ദർശനം തന്നെയാണ് ഏകാത്മ മാനവ ദർശനം. ആ ഏകാത്മ മാനവ ദർശനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശം. ആ ഏകാത്മമാർന്ന സങ്കല്പമാണ് ഈ ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ ആധാരം. ആ ഏകാത്മമായ സങ്കല്പം തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആധാരം. അതുകൊണ്ട് തന്നെയാണ് ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളോടും തുല്യനീതി, എല്ലാ ജാതികളോടും തുല്യനീതി, എല്ലാ സമുദായങ്ങളോടും തുല്യനീതി, എല്ലാ ധർമ്മങ്ങളോടും തുല്യനീതി. ഹിന്ദു ഒരിക്കലും പറയുന്നില്ല എന്നിൽ വിശ്വസിക്കാത്തവൻ മുഴുവൻ കാഫിറുകളാണ് എന്ന് ഹിന്ദു പറയില്ല. എന്നിൽ വിശ്വസിക്കാത്തവൻ നികൃഷ്ടനാണെന്ന് ഹിന്ദു പറയില്ല. എന്റെ ഒരു ദൈവത്തിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ എന്ന് ഹിന്ദുമതം പറയുന്നില്ല. എന്റെ ഒരു പുസ്തകം മാത്രമേ നിങ്ങൾ വായിക്കാവൂ എന്ന് ഹിന്ദുമതം പറയുന്നില്ല. ഹിന്ദുമതം സർവാശ്ലേഷിയാണ്, ഇൻക്ലൂസീവാണ്.